മോശമായതുകൊണ്ടും പലപ്പോഴും താങ്ങുകാലം ഒടിഞ്ഞു പോകുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ അതിന് ഒരു ബദൽ സംവിധാനമായിട്ടാണ് അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജോർജ്. ഞാൻ താമസിക്കുന്നത് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിലാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന GI പൈപ്പ് 2 ഇഞ്ചിൻ്റെ GI പൈപ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. 2 ഇഞ്ചിൻ്റെ 1 ലെങ്ത് പൈപ്പാണിത്. ഈ 1 ലെങ്ത് പൈപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 18 അടിയോളം നമുക്ക് മുകളിലോട്ട് കിട്ടും. ബാക്കിയുള്ള 2 അടി താഴോട്ട് കോൺക്രീറ്റിൽ ഉറപ്പിച്ചിരിക്കുകയാണിത്. അപ്പോൾ കോൺക്രീറ്റ് ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ഈ GI പൈപ്പിൽ ഗ്രീൻ നെറ്റ് ചുറ്റിയിരിക്കുകയാണ്. ഗ്രീൻ നെറ്റ് എന്ന് പറയുമ്പോൾ ഈ മൊത്തം മുഴുവൻ ഗ്രീൻ നെറ്റ് ചുറ്റി അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കൊണ്ട് വരിഞ്ഞ് ഇട്ടിരിക്കുകയാണ്. അത് കൂടാതെ മണ്ണിലേക്ക് തട്ടുന്ന കുറച്ച് ഭാഗം, കോൺക്രീറ്റ് കഴിഞ്ഞ് മണ്ണിലേക്ക് തട്ടുന്ന ഒരു ഭാഗത്ത് ഒരു 1.5 അടിയുടെ PVC പൈപ്പ് കട്ട് ചെയ്ത് മുറിച്ചെടുത്ത് അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കുരുമുളക് ചെടി നട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ വരാനുണ്ടായ ഒരു കാരണം, എനിക്ക് കുറച്ചപ്പുറത്തൊരു തോട്ടമുണ്ട്. അത് ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ 40 മാസം പ്രായം. ഞാനത് കാണിക്കുന്നതാണ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞ് 4 മാസം കൂടിയായി. അപ്പോൾ ഈ അവസരത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ തോട്ടം അധികവും നമ്മൾ ചെയ്തിരുന്നത് മുരുക്കിലാണ് ഇട്ടിരുന്നത്, ശീമമുരുക്ക്. അപ്പോൾ ഇപ്പോൾ ആ ശീമമുരുക്ക് ഒരുപാട് മരം കാറ്റ് പിടിച്ചിട്ടും മഴ പെയ്തിട്ടുള്ള കൂടുതൽ മഴയുള്ള സമയത്തൊക്കെ കാറ്റ് പിടിച്ചപ്പോൾ മറിയുകയും ഒടിഞ്ഞു വീഴുകയും ചെയ്തു. അതിനൊരു സൊല്യൂഷൻ, ഒരു പുതിയ പദ്ധതി എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ എനിക്കൊരു ഫാമുണ്ട്, കോഴി ഫാമാണ്. ആ കോഴി ഫാമിലേക്ക് നമ്മൾ GI പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാലിടാൻ വേണ്ടിയിട്ടും ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എനിക്കൊരാശയം തോന്നി, ഈ GI പൈപ്പ് അവിടെ കൊണ്ട് താങ്ങാലായിട്ട് ഇട്ടാൽ എന്താണെന്ന്. അങ്ങനെയാണ് ഈ GI പൈപ്പ് ഞാൻ അവിടേക്ക് ഒരു പൈപ്പ് കൊണ്ടുപോയി ഒന്ന് ഇടാമെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ GI കുറച്ച് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ചൂടാവും. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ കുരുമുളകിൽ കയറാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ തന്നെ ഗ്രീൻ നെറ്റ് നമ്മുടെ ഫാമിൽ തന്നെ സൈഡ് കർട്ടൻ നെറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഗ്രീൻ നെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രീൻ നെറ്റ് ഇതിൽ ചുറ്റിയിട്ട് കുറച്ച് മരത്തിനൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ആദ്യം ഒരു 10 കാലമായിട്ടത് 10 കാലിന് താങ്ങുമരമായിട്ട് ഇട്ട് കഴിഞ്ഞപ്പം കുഴപ്പമില്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും വള്ളി നന്നായി കയറാൻ തുടങ്ങി. കഴിഞ്ഞ 1 വർഷം കൊണ്ട് ആ GI പൈപ്പ് ഇട്ട ആ പൈപ്പ് മുഴുവൻ കവർ ചെയ്തു. അപ്പോൾ അതായത് 3 വർഷമായ കുരുമുളക് വള്ളി ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുത്തപ്പോൾ ശരിക്കത് കവർ ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഉദിച്ചത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 200ഓളം മരങ്ങൾ ഇപ്പോൾ ഞാൻ GI പൈപ്പ് ഇട്ട് അതിനകത്ത് കുരുമുളക് നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള തോട്ടത്തിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടി എന്ന് പറഞ്ഞത് ഇതോടെ 2.5 മാസം മുമ്പ് ഇട്ടതാണ്. 2.5 മാസം മുമ്പാണ് ഞാനിപ്പോൾ ഈ കൊടി ഇവിടെ നട്ടത്. കാരണം ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി വളർച്ച കുറവായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് വളർന്നതിനെ നല്ല രീതിയിൽ വളരും. നമ്മൾ അടിയോളായിട്ട് ആദ്യം കുറച്ച് ചാണകപ്പൊടിയും പിന്നെ വേപ്പ് മുണ്ണാകും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് അടിയോളായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തിട്ടാണ് ഈ വള്ളി ഇട്ടത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഈ PVC ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പം ആ PVCയിൽ പിന്നെ PVCയും GIയും കൂടി യോജിക്കുന്ന ഭാഗത്ത് MCയിൽ ഉപയോഗിച്ച് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം അതിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തതാണിത്. MCലിൻ്റെ പേസ്റ്റ് കിട്ടും. ആ പേസ്റ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്, അത് കാണിച്ചു തരുന്നതാണ്. അതുപോലെ അടുത്ത തോട്ടവും നല്ല രീതിയിലുള്ള തോട്ടം അപ്പുറത്തുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഇതിനെ കാണിക്കുന്നതാണ്. നമുക്ക് ഇനിയും കൂടുതൽ കാര്യം ചെയ്യാനുണ്ട്. കാരണം വയനാട് ജില്ലയിൽ ഒരുപാട് കുരുമുളക് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. എന്നാൽ ഒരുപാട് ആൾ ഈ കൃഷി ഉപേക്ഷിച്ച് പോയി. അത് ആ കൃഷിക്കാരെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.